നമസ്കാരം. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ആദ്യ വിക്ഷേപണത്തിന് തടസ്സമായ കെറയോജനിക് എഞ്ചിനിലെ തകരാർ പരിഹരിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനും മലയാളിയുമായ ഡോക്ടർ എസ് സോമനാഥാണ്. നിലവിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഡയറക്ടറും ഇസ്രോയുടെ മേധാവിയുമാണ് സോമനാഥ്. 2022 ജനുവരിയിൽ ഇദ്ദേഹത്തെ ISROയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ബഹിരാകാശത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകുകയും ഒട്ടനവധി നായികക്കല്ലുകൾക്ക് സാക്ഷിയാവുകയും ചെയ്ത ഇസ്രോ ചെയർമാൻ എസ് സോമനാഥ് ഇസ്രോയുടെ പടിയിറങ്ങാൻ പോവുകയാണ്. ഈ മാസം, അതായത് ജനുവരി 14-ന് അദ്ദേഹം വിരമിക്കുകയാണ്. കന്യാകുമാരി സ്വദേശിയായ ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനാകും. നിലവിൽ LPAS മേധാവിയാണ് ഡോക്ടർ വി നാരായണൻ. തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊഫഷണൽ സിസ്റ്റം സെന്റർ ഡയറക്ടറായ ഡോക്ടർ വി നാരായണനെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ISRO ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജനുവരി 14-ന് വിരമിക്കുന്ന ഡോക്ടർ സോമനാഥിന് ശേഷം ഡോക്ടർ വി നാരായണൻ ഇസ്രോയുടെ മേധാവിയായി ചുമതലയേൽക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ചുമതലകളും വഹിക്കുന്നവരാണ് സ്വാഭാവികമായും ISROയുടെ ചെയർമാൻ പദവിയും കൈകാര്യം ചെയ്തത്. നിലവിൽ ഡോക്ടർ എസ് സോമനാഥാണ് ഈ 3 ചുമതലകളും വഹിക്കുന്നത്. 2 വർഷത്തേക്കാണ് ഡോക്ടർ വി നാരായണന്റെ നിയമന കാലാവധി. 2024 മെയ്യിൽ വിരമിച്ച ഡോക്ടർ വി നാരായണൻ നിലവിൽ LPAS ഡയറക്ടർ സ്ഥാനത്ത് 1 വർഷത്തേക്ക് തുടർച്ച കൂടി ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശിയാണ് ഡോക്ടർ വി നാരായണൻ. വലിയ ബഹുമതിയാണ് പുതിയ സ്ഥാനമെന്ന് വി നാരായണൻ പറയുന്നു. വിക്രം സാരാഭായ് അടക്കമുള്ള പ്രമുഖർ വഹിച്ച സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ രാജ്യത്തോട് നന്ദി പറയുന്നു. നിറയെ പരിപാടികളുള്ള സമയത്താണ് പുതിയ സ്ഥാനം. എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തേക്കാണ് നിയമനം. വിവിധ ദേശീയ അന്തർദേശീയ പ്രൊഫഷണൽ ബോഡികളിൽ അംഗമാണ് വി നാരായണൻ. ഗവേണിംഗ് കൗൺസിൽ അംഗമായും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബോർഡ് അംഗമായും ചില എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അക്കാഡമിക് കൗൺസിൽ അംഗമായും ഡോക്ടർ വി നാരായണൻ സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോനോട്ടിക്കലിലെ അംഗമാണ്. റോക്കറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് പ്രൊഫഷണൽ വിദഗ്ധനായ ഡോക്ടർ വി നാരായണൻ 1984-ൽ ISROയിൽ ചേരുകയും LPSCയുടെ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് വിവിധ പദവികളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ 4.5 വർഷക്കാലം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ സൗണ്ടിംഗ് റോക്കറ്റുകളുടെയും അതോടൊപ്പം തന്നെ ഓഗ്മെന്റ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ ASLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV എന്നിവയുടെ സോളിഡ് പ്രൊഫഷണൽ ഏരിയയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും വി സോമനാഥ് ആദ്യം തന്നെ ചന്ദ്രയാൻ 2, അത് സോമനാഥിന് മുമ്പ് ഡോക്ടർ ശിവനായിരുന്നു ISROയുടെ മേധാവി. അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചന്ദ്രയാൻ 2 വിക്ഷേപ സമയത്ത് ചെറിയൊരു തകരാർ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം സോമനാഥ് വന്നപ്പോഴാണ് ചന്ദ്രയാൻ 3 എന്ന രീതിയിൽ ആ പാളിച്ചകളെല്ലാം തന്നെ പരിഹരിച്ച് വീണ്ടും വിക്ഷേപിച്ച് നമ്മൾ ചന്ദ്രയാനിലേക്ക് റോക്കറ്റ് വിക്ഷേപം നടത്തിയത്. എന്തായാലും പുതിയൊരു ഇസ്രോ മേധാവി വരുന്നതോടുകൂടി വീണ്ടും നാസയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലേക്ക്, ലോക രാജ്യങ്ങളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ISRO വളർന്നുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും